സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളായ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഭാഗികമായ വൈദ്യുതി തടസ്സപ്പെടും. ട്രാൻസ്ഫോമറിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. പണികൾ പൂർത്തിയാക്കാൻ ഒരാഴ്ച എടുക്കുമെന്നും അതുവരെ ഈ ദിവസങ്ങളിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നും KCB അധികൃതർ വ്യക്തമാക്കി. സുനിഷ അയലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവന്ന വിവരം. അത് കൂടുമോ? മാധവ്, കൂടുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് ഇനിയും ഉണ്ടാകും, വൈദ്യുതി മുടങ്ങുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് KSEB നൽകുന്നത്. പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ഈ ട്രാൻസ്ഫോമറുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാരണമായി പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്നത് ഒരാഴ്ചക്കാലത്തേക്ക് ഈ അറ്റകുറ്റപ്പണികൾ നടക്കും, അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ ഈ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയായിരുന്നു മുടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നത്. പക്ഷേ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും പണി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ KSEB വിവരം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KSEB വീണ്ടും ഒരു മുന്നറിയിപ്പായി വടക്കൻ കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഈ വരുന്ന ഒരു 3-4 ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ വൈദ്യുതി തടസ്സം ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ 4 ജില്ലകളിൽ ഇനി വരുന്ന ദിവസങ്ങളിലും വൈദ്യുതി മുടങ്ങും. അത് ഭാഗികമായി വൈദ്യുതി മുടങ്ങും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാധു, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക.